സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് തുക അനുവദിച്ചു. 2,40,00,000 രൂപയാണ് അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ധനവകുപ്പിന്റെ നീക്കം. വിനീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനീഷ്, എന്തായാലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത്. പല വകുപ്പുകൾക്കും വിനിയോഗിക്കാനുള്ള പണം തന്നെ നൽകാൻ ഇല്ലാത്ത സാഹചര്യം. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കുള്ള തുക നിലവിൽ അനുവദിച്ചിരിക്കുന്നത് ധനവകുപ്പ്. 2,40,00,000. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാനത്ത് നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 2,40,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് ഇപ്പോൾ വാടകയായി നൽകിയിരിക്കുന്നത്. വാടക മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ധനവകുപ്പിന്റെ ഈ ഒരു നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആഡംബര പ്രവർത്തനങ്ങൾക്കായി പണം അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്കായാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഈ ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇത് ഉപയോഗിക്കപ്പെടുന്നത് പോലുമില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിടയിലാണ് ഇപ്പോൾ 2 കോടി രൂപ അനുവദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അനുവദിക്കാനല്ല, അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന രേഖകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2,40,00,000 രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിൽ തന്നെ ട്രഷറിയിലടക്കം ശക്തമായ നിയന്ത്രണങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ നിയന്ത്രണങ്ങളൊക്കെ നിലനിൽക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശപ്രകാരം ധനവകുപ്പ് ഈ ഹെലികോപ്റ്റർ വാടക നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്, ആ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, സർക്കാരിന്റെ ദൂർത്ത് തുടരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്. വിനീഷ്, അത് മാത്രമല്ല, വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു. ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല അവശ്യ വകുപ്പുകൾക്കും കൃത്യമായ പണം ചിലവാക്കാൻ സാധിക്കുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അടക്കം ഇത്തരത്തിൽ പറയുന്ന തുകയേക്കാൾ, ആവശ്യപ്പെടുന്ന തുകയേക്കാൾ പകുതി മാത്രമാണ് നൽകാൻ കഴിയുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ 2,40,00,000 രൂപ അനുവദിച്ചുകൊണ്ടുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് വകുപ്പുകളിലേക്ക് കൂടി വിനിയോഗിക്കേണ്ട തുകയായിരിക്കാമോ ഇത്? തീർച്ചയായിട്ടും നിലവിൽ സർക്കാരിന്റെ ദൂർത്ത് തുടരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ട്രഷറി നിയന്ത്രണമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാനത്തിന് പണമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ഇപ്പോൾ 2 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയായി നൽകിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്ത് ചെയ്തോ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പണം അനുവദിച്ചത്, 2,40,00,000 രൂപ അനുവദിച്ചത് എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ട്രഷറി നിയന്ത്രണം, സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയാത്ത സാഹചര്യം, ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് 2,40,00,000 രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളതുമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഇത് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഒരു ആരോപണം ഇത്തരത്തിലാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് അനുസരിച്ച് മാത്രമാണ് സർക്കാർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ സർക്കാർ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്ന വാർത്തകൾ ഇത്തരത്തിലായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾക്ക് പോലും സർക്കാർ ഫണ്ട് നൽകിയിട്ടില്ല. ആരോഗ്യ മേഖലകളിലടക്കം വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നു. മെഡിക്കൽ കോളേജുകളിലടക്കം പ്രവർത്തനങ്ങൾ അത് നിശ്ചലമാകുന്ന സാഹചര്യങ്ങളിലേക്ക് സംസ്ഥാനത്ത് കടക്കുന്നു. ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നിലനിൽക്കുന്നു. പെൻഷൻ തുക സംസ്ഥാനത്ത് ജനങ്ങൾക്ക് നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ ദൂർത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തുടരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയായി 2,40,00,000 രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. രോഹിണി. ശരി വിനീഷ്, സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് തുക അനുവദിച്ചു. 2,40,00,000 രൂപയാണ് അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ധനവകുപ്പിന്റെ നീക്കം. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.